ക്രിസ്മസ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന് പറുദീസ വീണ്ടെടുത്തു കൊടുക്കുവാനായി ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തതിന്റെ ഓർമ്മപ്പെടുത്തൽ. പറുദീസ മുതൽ പുൽക്കൂട് വരെയുള്ള രക്ഷാകര ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കി തലശ്ശേരി സേക്രഡ് ഹാർട്ട് LP സ്കൂളിലെ കുഞ്ഞുമാലാകമാർ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം പറുദീസ മുതൽ പുൽക്കൂട് വരെ. പറുദീസ പുൽക്കൂട് വരെ. ദൈവം ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും സൃഷ്ടിച്ചപ്പോൾ എല്ലാം എത്ര സുന്ദരമായിരുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം, സുഗന്ധപൂരിതമായ വായു, മന്ദമാരുതൻ, തെളിനീരൊഴുകുന്ന പൂഞ്ചോലകൾ, മായവും മായാജാലങ്ങളും കലരാത്ത പ്രകൃതി വിഭവങ്ങൾ. ഈ പറുദീസയിൽ ദൈവം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരെ പാർപ്പിച്ചു. അവരോടൊപ്പം കൈപിടിച്ച് നടന്നു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ അനുഗ്രഹം നൽകി. സകലത്തിന്റെയും മേൽ അധികാരം നൽകി. ആർത്തിരമ്പലോടെ സ്തുതി കീർത്തനങ്ങൾ പാടാമണി ചേർന്നിടാം. നന്ദി ചൊല്ലിടാനായി പുതുകൂട്ടമായി ഇന്നീ വഴി വന്നിടാം. ഈ വഴിയിൽ കരുണ ചൊരിയും പൊന്താരകമായി വന്നണയും ഇരുളു മുഴുവൻ നീക്കിയിടുമവൻ. തൻ കൃപകൾ ചൊരിയും മഴലു മാറ്റിയിടുമവൻ. സ്നേഹത്താൽ നൽകിയിടുന്നു പറുദീസ, പറുദീസ, നാഥന്റെ പറുദീസ. ഈ പറുദീസ, പറുദീസ, നാഥന്റെ പറുദീസ. ഈ പറുദീസ, പറുദീസ, നാഥന്റെ പറുദീസ. ഈ പറുദീസ, പറുദീസ, നാഥന്റെ പറുദീസ. ദൂരെ കൈകൾ കോർത്തു കൺ തുറന്നു കാണുവാൻ തിടുക്കമോടെ യേശുനാമമെന്നുമേറെ സ്നേഹമോടെ ഏറ്റു ചൊല്ലി കൂട്ടുകൂടി കുറുമ്പു കാട്ടി പാട്ട് പാടി ഏറ്റുപാടി ഇവിടെ അണയും കുരുന്നു മനസ്സെ അറിയു ഹൃദയം നിറയും കൃപതൻ വചന മധുര പൊരുളൊന്നു കരൻ വിജയമരുളും നാഥനേകി. ഓ നാഥന്റെ പറുദീസ, നാഥന്റെ പറുദീസ, നാഥന്റെ പറുദീസ, നാഥന്റെ പറുദീസ. സ്രഷ്ടാവിന് വിധേയപ്പെട്ട് നിർമ്മല ഹൃദയത്തോടെ സ്നേഹസമ്പന്നരായി കഴിഞ്ഞ മനുഷ്യരുടെ ഈ ആനന്ദം ഇല്ലാതാക്കാൻ, ദൈവ മനുഷ്യ ബന്ധത്തെ തകർക്കാൻ അന്ധകാര ശക്തികൾ കടന്നു വന്നു. ഒന്നിച്ച്
ഒരു മനമോടെ ജീവിച്ച മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തെ പോലെ ആകുവാനുള്ള അത്യാഗ്രഹം നൽകി. ഒരു നിമിഷം ദൈവത്തെ മറന്ന് തിന്മയുടെ ശക്തിക്ക് അടിമപ്പെട്ട മനുഷ്യന്റെ പതനം ഭയാനകമായിരുന്നു. പറുദീസ നഷ്ടപ്പെട്ട, സ്നേഹവും സാഹോദര്യവും നിഷ്കളങ്കതയും ഹൃദയ നൈർമല്യവും നഷ്ടപ്പെട്ട മനുഷ്യരിൽ സ്വാർത്ഥതയും ദുഷ്ടതയും കടന്നുകൂടി. അത്യാഗ്രഹത്തിന്റെ, അഹങ്കാരത്തിന്റെ കൊടുമുടി കയറിയ മനുഷ്യർ സഹോദരരെന്നോ സന്തത സഹചാരിയെന്നോ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. ഞാൻ എന്റേത് എന്ന ചിന്ത വളർന്നപ്പോൾ എല്ലാറ്റിനെയും തന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരായി മാറിയപ്പോൾ ഞാൻ വളരാൻ രക്തബന്ധങ്ങളെ പോലും മറക്കുന്ന ദാരുണാവസ്ഥയിൽ എത്തി മനുഷ്യകുലം. കാലം മാറി, കാലാവസ്ഥ മാറി. മനുഷ്യൻ സംഹാരകനായി മാറിയപ്പോൾ പ്രകൃതി സംഹാര താണ്ഡവമാടി. മനുഷ്യർ തമ്മിൽ ശത്രുത വളർന്നു. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ട മനുഷ്യൻ മണ്ണ് സ്വന്തമാക്കാനുള്ള പരക്കം പാച്ചിലായി. അതിനന്ത്യമോ? മണ്ണിനെ പോലും നശിപ്പിക്കാൻ മടിയില്ലാത്ത വായുവും വെള്ളവും ഈ പ്രകൃതിയെ മുഴുവനും തന്റെ സ്വാർത്ഥതയാൽ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന ദാരുണാവസ്ഥയിൽ എത്തി മനുഷ്യകുലം. ദരിദ്രനെ വീണ്ടും ദരിദ്രനാക്കുന്ന ഭരണാധികാരികൾ, മുതലാളിമാർ, പെരുകി വരുന്ന അനീതികൾ, അക്രമങ്ങൾ, നികുതി ഭാരങ്ങൾ, മലിനതകൾ. എങ്ങും അടിമത്തം, ദുരന്തങ്ങൾ, വേദനകൾ, എങ്ങും വിഷമയം. വിഷമയം. എവിടെ ഇതിനൊരു അന്ത്യം? ദൈവമേ, ഈ ഭൂമിയെ രക്ഷിക്കാൻ ഇനിയും വൈകരുതേ. അതെ, അനുസരണക്കേട് മൂലം, അഹങ്കാരം മൂലം പറുദീസ നഷ്ടപ്പെടുത്തിയ മനുഷ്യരോട് കരുണ തോന്നിയ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനായി ഒരു പറ്റം സുമനസ്സുകൾ പ്രാർത്ഥനാപൂർവം കാത്തിരുന്നു. അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നു ദൈവദൂതൻ മംഗളവാർത്തയുമായി. എന്നാൽ ദുഃഖത്തിലാണ്ടു പോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എത്ര വലിയ അത്ഭുതമാണ് ഞാനിപ്പോൾ കേട്ടത്.
കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന എന്റെ എലീശാമ്മയ്ക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന്. ഓ, എത്ര സന്തോഷം തരുന്ന വാർത്തയാണിത്. എലീശാമ്മയ്ക്ക് തീർച്ചയായും സഹായം ആവശ്യമുള്ള സമയമാണ്. വേഗം തന്നെ ഞാൻ അങ്ങോട്ട് പുറപ്പെടട്ടെ. ഓ മറിയം, ശാലോം ശാലോം. മറിയം, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. വാഴ്ത്തുന്നിതായെന്നീശാ മമ ദേഹി ആത്മഭാവം മനവീണ മീട്ടിടുന്നു പുതുമോദമാർന്നു നാഥ. എളിയൊരു ദാസിവളേ സംബോധനാമം പാർത്തു ധന്യാഭിവാദ്യമേനും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. അത്യത്ഭുതങ്ങൾ ചെയ്തു പ്രഭു നിൻ മഹാർഹനാമം പുണ്യാഭിധാനമെന്നും. പുരുഷാന്തരങ്ങളോളം വരമേകിടുന്ന സന്ധ്യം ശരണാശ്രിതർക്കു പാരിൽ കാരുണ്യവാനധീശൻ. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ലോകോന്മുഖം യശസ്സിൻ അഹങ്കാരമാകി താഴ്ത്തി അയച്ചു ധനേശ്വരേ താൻ കൃപ കാട്ടിടാതെ തെല്ലും. എളിയോർക്കു ദാനമേകി സൗഭാഗ്യപൂർണ്ണരാക്കി പശിയാത്മഭാഗഗണത്തെ പരിതൃപ്തരാക്കി നാഥൻ. വാഴ്ത്തുന്നിതായെന്നീ
നാമം പാർത്തു ധന്യാഭിവാദ്യമേകും കാലാതികാലലോകം. ഈ ദാസി തന്നിലീശൻ അത്യത്ഭുതങ്ങൾ ചെയ്തു. പ്രഭു നിൻ മഹാർഹനാമം പുണ്യാഭിധാനമെന്നും. പുരുഷാന്തരങ്ങളോളം വരമേകിടുന്ന സംഖ്യം ശരണാശ്രിതർക്കു പാരിൽ കാരുണ്യവാനധീശൻ. ലോകോന്മുഖം യശസ്സിൻ അഹങ്കാരമാകി താഴ്ത്തി അയച്ചോധനേശ്വരീതാൻ കൃപ കാട്ടിടാതെ തെല്ലും. സൗഭാഗ്യപൂർണരാത്രി പശിയാത്മഭാഗനടത്തെ പരിതൃപ്തരാക്കി നാഥൻ. ആശ്വാസമേകി സാക്ഷാൽ വാഗ്ദാനമോർത്തു നാഥൻ. കരുണാഭിലാഷമാർന്നു അബ്രാഹമിന്റെ മക്കൾ. ദൈവമേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. യഹൂദ നിയമം അനുസരിച്ച് മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവൾ അപമാനിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ആരും അറിയാതെ അവളെ ഉപേക്ഷിക്കാം. അതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. മോശയുടെയും ഇസ്രായേലിന്റെയും നിയമമനുസരിച്ച് ഈ മോതിരത്താൽ നീ എനിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ആമേൻ. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ഹൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ,
ചെയ്തിടണമേ. ഒന്നു ചേർന്നപ്പോ ഇവിടെ ഇന്നിവർ ഒരു കുടുംബമായി, ദൈവമാണ് ചേർത്തതെന്നറിഞ്ഞ നേരമാ, കരം ഗ്രഹിച്ച് രണ്ടുപേരും ഒരു ശരീരമാ. താരകം ഒന്നു ചേർന്നപ്പോൾ ഇവിടെ ഇന്നിവർ ഒരു കുടുംബമാ, ദൈവമാണ് ചേർത്തതെന്നറിഞ്ഞ നേരമാ, കരം ഗ്രഹിച്ചു രണ്ടുപേരും ഒരു ശരീരമാ. ദീർഘകാലം ദമ്പതിമാരായി വാഴട്ടെ നിങ്ങൾ. ജോസഫ്, ഇതാ കുറച്ച് വെള്ളം കുടിക്കൂ. പണി ചെയ്ത് ക്ഷീണിച്ചില്ലേ? അല്പനേരം വിശ്രമിക്കൂ. എനിക്ക് ക്ഷീണമൊന്നുമില്ല മറിയം. നീ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ വെള്ളവുമായി വന്നത്? ഞാൻ തന്നെ വന്ന് എടുക്കുമായിരുന്നല്ലോ. നിനക്കും വിശ്രമം ആവശ്യമാണ്. ഇല്ല ജോസഫ്, ദൈവകൃപയാൽ എനിക്ക് ക്ഷീണമൊന്നുമില്ല. എനിക്ക് കുറച്ച് ഉടുപ്പുകൾ കൂടി തുന്നണം, നമ്മുടെ പൊന്നുണ്ണിക്കായി. തൊട്ടിൽ വളരെ മനോഹരമായിട്ടുണ്ട് ജോസഫ്. യഹോവയുടെ കൃപയാൽ നന്നായി പണിയാൻ സാധിച്ചു. കുറച്ച് അലങ്കാരപ്പണികൾ കൂടി ബാക്കിയുണ്ട്. നമ്മുടെ മകന് ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. അവൻ ഒരു രാജകുമാരനെ പോലെ തന്നെ വളരണം. ഓ, എന്തോ രാജകൽപ്പനയുണ്ടല്ലോ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ചക്രവർത്തി അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന. ജനങ്ങളെല്ലാവരും ഉടനെ തന്നെ അവരവരുടെ നഗരങ്ങളിലേക്ക് പോയി പേര് എഴുതി ചേർക്കേണ്ടതാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ചക്രവർത്തി അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന. ജനങ്ങളെല്ലാവരും ഉടനെ തന്നെ അവരവരുടെ നഗരങ്ങളിലേക്ക് പോയി പേര് എഴുതി ചേർക്കേണ്ടതാണ്. ദൈവമേ, ഇനി എന്ത് ചെയ്യും? മറിയത്തിന് പ്രസവ സമയം അടുത്തു വരികയാണല്ലോ. മറിയം, നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് ബത്ലഹേം വരെ യാത്ര ചെയ്യാനാവുമോ? വിഷമിക്കാതെ ജോസഫ്, പോകാതെ പറ്റില്ലല്ലോ. നമുക്ക് പോകാം. യഹോവ നമ്മെ തുണയ്ക്കും. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. എങ്കിൽ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. ഞാൻ പോയി ഒരു കഴുതയെ കിട്ടുമോ എന്ന് നോക്കട്ടെ. മറിയം, നീ വല്ലാതെ ക്ഷീണിതയാണല്ലോ. നമുക്കിവിടെ എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് നോക്കാം. യഹോവേ, അങ്ങേ തിരുവിഷ്ടം പോലെ ഞങ്ങളെ നയിക്കണമേ. നിങ്ങൾക്ക് സത്രത്തിൽ സ്ഥലമൊന്നും ലഭിച്ചില്ല അല്ലേ? എന്റെ കൂടെ വരൂ. ഇവിടെ അടുത്ത് ഒരു കാലിത്തൊഴുത്തുണ്ട്. തൽക്കാലം അവിടെ അഭയം പ്രാപിച്ചുള്ളൂ. ഒത്തിരി ഉപകാരം. യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വല്ലാത്ത ക്ഷീണം. വേഗം കിടന്നുറങ്ങാൻ നോക്കൂ. നാളെ വെളുപ്പിന് പുറപ്പെട്ടാലേ നല്ല മേച്ചിൽപ്പുറങ്ങളിൽ എത്താൻ സാധിക്കൂ. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് ജീവിച്ചിരുന്ന ആട്ടിടയന്മാർ, ദൈവാനുഭവത്തിനായി കാത്തിരുന്നവർ, രക്ഷകനായുള്ള അവരുടെ കാത്തിരിപ്പിനൊടുവിൽ അന്തരംഗത്തിൽ കുളിർമഴയായി പെയ്തിറങ്ങി ദൂതസംഗീതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എന്താണ് നമ്മൾ കേട്ടത്? രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നോ? വരൂ, നമുക്ക് പോയി രക്ഷകനെ ആരാധിക്കാം. ഞാനെന്റെ കുഞ്ഞാത്തും കുത്തിയെ രക്ഷകന് സമ്മാനമായി കൊടുക്കും. ഞാൻ പുതിയതായി ഉണ്ടാക്കിയ രോമക്കുപ്പായം കൊടുക്കും. ശരി ശരി, എല്ലാവരും സമ്മാനങ്ങളുമായി വേഗം തയ്യാറായിക്കോളൂ.
ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. മേലെ വാനിലെ മാലാഖമാർ ഈ മണ്ണിൽ വന്നു ഗാനം പാടുന്നു. ഈ മണ്ണിലെ രാജാക്കളും ആടുകൾക്കും ഇടയന്മാരും ഒരു മനമോടൊരു സ്വരമോടെ സ്തുതികൾ പാടുന്നു. അതിലലിവോടെ താരങ്ങൾ പുഞ്ചിരി തൂകുന്നു. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. പൂന്തന്നലും പുലർക്കാലവും പുതുപരിമളം തൂകിയല്ലോ. കാട്ടരുവികളും പൂഞ്ചോലകളും എന്നും ഉന്നതനെ വാഴ്ത്തിടുന്നു. ഇരുളാകെ മായ്ക്കുന്ന പൊന്നിൻ പൂവെട്ടം എന്നുള്ളിൽ നിറയുമ്പോൾ ശാന്തി പരക്കുന്നു. കാലങ്ങളായിരം കാത്തൊരു പൈതൽ, പാരിന്റെ പാപങ്ങൾ നീക്കിയ പൈതൽ, ഇന്നീ ഭൂവിൽ പിറന്നുവല്ലോ. ഈ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്നു വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നുവല്ലോ. കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ള സത്യാന്വേഷികളും ജ്ഞാനികളുമായ രാജാക്കന്മാർ കണ്ടു കിഴക്കുതിച്ചുയർന്ന പ്രത്യാശയുടെ പൊൻതാരകം. കിഴക്കുതിച്ച ഈ അപൂർവ നക്ഷത്രം ഒരു ശുഭസൂചനയാണ്. ഈ അപൂർവ നക്ഷത്രം ഒരു ദിവ്യശിശുവിന്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത്. രക്ഷകന്റെ വരവിനെ ആണല്ലോ ഈ താരകം സൂചിപ്പിക്കുന്നത്. ഗാസ്പറിനെയും ബെൽത്താസറിനെയും ചെന്ന് കാണാം. അതെ, കാലം കാത്തിരുന്ന രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ ദിവ്യതാരകം നമ്മെ അങ്ങോട്ട് നയിക്കാൻ ഉദിച്ചതാണ്. നമുക്ക് സമ്മാനങ്ങളുമായി യാത്ര പുറപ്പെടാം. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി
മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. പൊന്നുമോനെ, അപ്പൻ നിനക്കായി ഉണ്ടാക്കിയ തൊട്ടിലും ഞാൻ നിനക്കായി തുന്നിയ ഉടുപ്പുകളും ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഈ കാലിത്തൊഴുത്തിൽ പിറക്കുവാനാണല്ലോ ദൈവം തിരുമനസ്സായത്. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് വലിയ പ്രമാണിമാരാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രാജാതിരാജനെ കണ്ട് ആരാധിക്കുവാൻ കിഴക്കുനിന്ന് വന്ന ജ്ഞാനികളാണ്. വന്നാലും വന്നു കണ്ടാലും നിങ്ങൾക്ക് ഉചിതമായ ആതിഥ്യമരുളാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. എങ്കിലും വരൂ, ശിശുവിനെ കണ്ടുകൊള്ളൂ. തീർച്ചയായും ഈ രക്ഷകൻ നിങ്ങളെ അനുഗ്രഹിക്കും. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. പ്രിയപ്പെട്ടവരെ, ലോകരക്ഷകനെ കാത്തിരുന്നവർ, അവിടുത്തെ തേടി ഇറങ്ങിയവർ രക്ഷകനെ കണ്ടെത്തിയത് കനകക്കൊട്ടാരത്തിലല്ല, മറിച്ച് കാലിത്തൊഴുത്തിലാണ്. അതെ, ദൈവത്തിന് വസിക്കുവാൻ ജാതിമത വർഗ ചിന്തകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ആഡംബരാലയങ്ങൾ ആവശ്യമില്ല. നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മോടൊപ്പമായിരിക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന് വസിക്കാൻ അല്പം ഇടം കൊടുക്കാം നമ്മുടെ ഹൃദയമാം ആലയത്തിൽ.
സ്നേഹവും സാഹോദര്യവും കാരുണ്യവും എളിമയും ലാളിത്യവുമെല്ലാം ജീവിതശൈലിയാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. സമാധാനത്തിന്റെ, ശാന്തിയുടെ ദൂതരായി വേദനിക്കുന്ന മനസ്സുകളിലേക്ക് ആശ്വാസത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങുവാൻ നമുക്ക് സാധിച്ചാൽ ഈ ക്രിസ്മസ് ആഘോഷം അർത്ഥപൂർണമാവും. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്മയുടെ വക്താക്കളാവാൻ, നീതിയുടെ കാവൽക്കാരാകാൻ, പ്രകൃതിയുടെ സംരക്ഷകരാകാൻ. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും പ്രാർത്ഥനാശംസകൾ നേരുന്നു. Wish you all a happy Christmas and a happy New Year.